സതതം വാനരുളി റാണിയായി സതതം വാനരുളി സർവലോക സുന്ദരി പ്രേമാനുരാഗിണി രൂപിണി ഉർവര രക്ഷ രക്ഷ മഹാഭാവോ ശാസ്തേ തുഭ്യം നമഃ അനുരാഗിണി രൂപിണി ഉർവശി പ്രേമം നൃപനാം പുരൂരവസി പ്രേമാനുരാഗിണി രൂപിണി ഉർവശി പ്രേമം നൃപനാം പുരൂരവസി ദേവലോകം വിട്ടിങ്ങുറുകയിൽ വന്നു ദേവിയായി മാനസം ചേർന്നു ദേവലോകം വിട്ടിങ്ങുറുകയിൽ വന്നു ദേവിയായി മാനസം ചേർന്നു സർവലോക സുന്ദരി സർവാംഗഭൂഷിത കാം മിഡിൽ. ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഇതാണ് മിഡിൽ. എപ്പോഴും നമ്മൾ മിഡിലിനെ ഫോക്കസ് ചെയ്ത് കഴിക്കാൻ നോക്കുക. അപ്പോൾ നമ്മളൊരു വി ഷേപ്പ് ആവുകയെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വി ഷേപ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാളുടെ പിറകിലേക്കായി പോകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട്, അതായത് നെക്സ്റ്റ് ലെവൽ വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ഇതൊക്കെ ആയിരിക്കും നോട്ട് ചെയ്യുക എന്നുള്ളത്. കാമദഹനായ മഹാദേവായ ശിവപാർവതീ സമേതായ നമഃ ശിവായ നമഃ ശിവായ മഹാദേവ ശിവശംഭോ. തദ്ദിന്ന താങ്കിടത്തക്ക തരികിടത്തക്ക താം തദ്ദിന്ന 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 താങ്കിടത്തക്ക തരികിടത്തക്ക തദ്ദിൻ തക്ക തിന്ന തത്തിത്തക്കതിന തതികിടത്തോ ദി തക്ക തിന്ന തിത്തക്കതിന തതികിടത്തോ തക്ക തിന്ന തക്കതിക്കു തതികിടത്തോ താം തതക
തതകതിമി ദിം തതകതിമി ദം തതകതിമി താങ്കിടതക ദിങ്കിടതക ദൊങ്കിടത താങ്കിട ദിങ്കിട ദൊങ്ക ദിം കിണദം 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 ശ്രുതജയ പത്മഭാസ്വരം സുന്ദരാനനം പത്മഗർഭസേവിക പത്മജാമനോഹരം സർപ്പകൽപശയനം കന്ദർപ്പവിദിതവദനം കൽപ്പിതവിഭുവനനം കാളിയ ഗർഭഗമന ചരണം കലയേ തദക ജനു ദിം ദിം തദക ജനു ധിം തദികിട ധിം തദികിട തദ്ധിം കിണ്ണത്തും തദ്ധിം കിണ്ണത്തും തദികിടകു തദികിടകു തദ്ധിം കിണ്ണത്തും തദ്ധിം കിണ്ണത്തും തദികിടകു തദികിടകു തദ്ധിം കിണ്ണത്തും തദ്ധിം കിണ്ണത്തും തദികിടകു തദികിടകു മാധവ മാധവ കൃഷ്ണ മംഗളാലയ ശ്രീകൃഷ്ണ മാധവ മാധവ കൃഷ്ണ മംഗളാലയ ശ്രീകൃഷ്ണ സാധക ഭാല കറുകറുത്തൊരു കലനെ കണ്ട് കളിച്ച് മോഹിച്ചേ കളിച്ച് പെണ്ണിൻ കുടുക്കം കണ്ട് കലന് ദാഹിച്ചേ പെണ്ണെ നീ എന്നെ പിരിഞ്ഞ് എങ്ങും പോകല്ലേ പൊന്നെ നീ എന്നെ മറന്നൊരു നാളും വാഴല്ലേ
ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വാക്കുകൾ അർത്ഥം ഉണ്ട്. പ്രധാനമായും പ്രധാനമായിരിക്കണം. അതിനേക്കാളും ഉപരി കലകൾ എന്ന് പറയുന്നത് രസം പ്രേക്ഷകരിലേക്ക് ജനിപ്പിക്കുക എന്നുള്ളതാണ്. ആനന്ദമുണ്ടാക്കുക, അംഗവിക്ഷേപം, നർത്തകർ ചെയ്യുന്ന അംഗവിക്ഷേപങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് എത്രമാത്രം എത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു നൃത്തത്തിൻ്റെ പ്രധാന ഘടകം. ചെയ്യുന്ന ഏത് വിഷയമായാലും അത് പ്രേക്ഷകർ എത്രമാത്രം ആനന്ദിക്കുന്നു, അതാണ് നർത്തകർ ചെയ്യേണ്ട ഏറ്റവും വലിയ ഘടകം. ഇവിടെ അവതരിപ്പിച്ച പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ള ഞങ്ങൾ വിധികർത്താക്കളായിട്ടുള്ള പ്രേക്ഷകർ എന്ന രീതിയിൽ തന്നെ ആസ്വദിച്ച നൃത്തങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. എല്ലാരും വണ്ടിയിലിരിക്കുക. വാസുവേട്ടാ, ഈ വേഷത്തിലായിരിക്കുമ്പം എനിക്ക് എന്തൊരു ആത്മധൈര്യ. ഈ വേഷം വെച്ച് പച്ചയായ ജീവിതത്തെ സമീപിക്കാൻ പേടി. എനിക്ക് എന്താണെന്നറിയില്ല, പേടിയാ. ഇവിടെ നോക്കി പോണെന്ന് പറഞ്ഞാ നമ്മൾ എങ്ങനെ പോണ്ടത്? എന്താ സുധാമണിയൊന്നും മിണ്ടാണ്ടിരിക്കുന്നേ? നാലാളോട് ഭർത്താനം പറഞ്ഞ ശീലമുള്ളല്ലേ നീ? ആ നാടകത്തിലെ രാസാത്തിന്റെ വേഷം കെട്ടുമ്പോഴാ ഇനി കരുത്തടെ പോയി സുധാമണി. നബീസുമ, ഇന്നലെ വരെ ഒരു കുടുംബത്തിന്റെ പ്രാരാബ്ധം അകറ്റുവാനാണ് സുധാമണി ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്നിതാ ആശ്രയമില്ലാതെ ഒരു കൂട്ടം കുടുംബങ്ങളുടെ സമരമുഖം. ആത്മനിവേദനമറിയാതെ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദന
ഭേദമറിയാതെ എന്തിനും മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു ചൂടാമണി ചെങ്കോത്തുറും വിലങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു കോസലരാജകുമാര. രാജധാനിയിലെ സുഖങ്ങൾ വെടിഞ്ഞ് ഭർത്തൃപരിചരണത്തിനായി 14 സംവത്സരം മനത്തിൽ കഴിയാൻ തയ്യാറായ പതിവ്രതയായ സീതയെ ഒരു രചകപത്നിയുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചാരിത്രത്തിൽ സംശയിച്ച് വീണ്ടും മനത്തിലേക്ക് അയക്കണമായിരുന്നു. And my chess number is 6. Today I am going to recite a poem which is related to our mother. Oh mother, if you are there, no one can suffer. You are so gentle, yet so strong. You make me feel where I belong. Oh mother. വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹബൊരു വേഗത്തിൽ തൊഴുതിര വിരക്കുമ്പോതിൽ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹബൊരു വേഗത്തിൽ തൊഴുതിര വിരക്കുമ്പോതിൽ വിരിക വിട്ടിട പടവിന കുളലിയാലരുൾപടി മുട്ടുകൾ മുരശൊടു തുടിതകിൽ ഭജപ്പോൾ ഒറ്റകൾ കുയൽ വിളി തകൃതികൾ കെടുകിട വിധ കേട്ട് ശൂജായികൾ ഹുയുലാണുന്താൽ വിധം കേട്ട് ശൂജായികൾ ഹുയുലാണുന്താൽ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹബൊരു വേഗത്തിൽ തൊഴുതിര വിരക്കുമ്പോതിൽ വിളിത്ത പൊളുതിലെ കരുത്തൻ മഹ്റസ് ജിഗത്തനും പ്രൗഢി കുഫർ കളിനുരത്തിലെ ചാടി കളമിൽ വിരികനെ വരെ പരൽ തിരുനബിയരിൽ പല തെവുത്തവും പാടി സഹബരെ മറുക്കുവാൻ തേടി വിളിത്ത പൊളുതിലെ കരുത്തൻ മഹ്റസ് ജിഗത്തനും പ്രൗഢി കുഫർ കളിനുരത്തിലെ ചാടി കളമിൽ വിരികനെ വരെ പരൽ തിരുനബിയരിൽ പല തെവുത്തവും പാടി സഹബരെ മറുക്കുവാൻ തേടി. ഞാനിവിടെ ഇപ്പോൾ 6 ഇയേഴ്സായി സോഹാർ മലയാളി സംഘമിൽ വന്ന് കോമ്പറ്റീഷൻ ചെയ്യുന്നത്. ഓരോ തവണ വരുമ്പം ഓരോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇവരുടെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഓരോ കോമ്പറ്റീഷൻസും നല്ല രീതിയിൽ ജഡ്ജസും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടായിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ അത്തരം ചലനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം നിലകൾ ആദ്യം പഠിക്കണം. 5 നിലകളാണ് മോഹിനിയാട്ടത്തിൽ. സമമണ്ഡലം, വൈഷ്ണവപാദത്തിൽ കാൽമണ്ഡലം, കാലുകൾ രണ്ടും തിരിച്ചു വെച്ച് അരമണ്ഡലം, കുറച്ചുകൂടെ താഴ്ന്ന മുക്കാൽ മണ്ഡലം, ദെൻ ലാസ്റ്റ് മുഴുമണ്ഡലം. ഇവിടെ അരമണ്ഡലത്തിലിരിക്കുന്ന കുട്ടികൾ കാലിൻ്റെ അകലം കൂട്ടിക്കൊണ്ട് ഈ ബട്ടക്സിനെ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ സ്ട്രക്ചർ വളരെ മോശമായി.
ഇങ്ങനെ ഇരിക്കുന്നത് വളരെ അഭംഗിയാണ്. അതിൻ്റെ ആ നില കൃത്യമായി മുട്ടുവിരിഞ്ഞ് വയറ് നേരെ പിടിച്ച് ഈ അളവിൽ കൈ പിടിച്ച് അടവുകൾ ചെയ്യുമ്പോഴാണ് അതിനു വേണ്ടിയാണ് ആ കോസ്റ്റ്യൂം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു കുടത്തിൻ്റെ ആകൃതി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ശൈലി ഏതുമാവട്ടെ, കേരളത്തിൽ 3 പ്രധാന ശൈലികളാണ്: കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ശൈലി, കേരള കലാമണ്ഡലം ശൈലി, കാവാലം നാരായണ പണിക്കരുടെ കേരളീയ താളപദ്ധതികളെ ഉപയോഗിച്ചിട്ടുള്ള ശൈലി. ഏതു ശൈലിയായാലും അതിൻ്റെ നിലകൾ എന്നുള്ളത് വൃത്തിയാവണം ആദ്യം തന്നെ. പിന്നീടാണ് അതിൻ്റെ ആന്തോളിത ചലനങ്ങൾ വരുന്നത്. ഈ ആന്തോളിത ചലനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ചുഴിപ്പുകൾ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. നോർമലി പറയുകയാണെങ്കിൽ ബോഡി എക്സസൈസ്. അത് നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കണം. അതിൽ കേവലം കുറച്ച് ആന്തോളിതങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നോക്കുക. താം ത ത ക ധിം ത ധീ ത ത ക ധിം ത തും ത ത ക ധിം ത നം ത ത ക. ഈ ബോഡീനെ 3 ഫോൾഡായിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചർ നോക്കുക. ഇങ്ങനെ വരാൻ പാടില്ല. ഈ ബോഡി ഇങ്ങനെ തന്നെ മടങ്ങി ഇരുന്ന് വളരെ സ്മൂത്തായിട്ട് പൊങ്ങുക, അത് അങ്ങനെ തന്നെ താഴുക. അതുപോലെ റൈറ്റ് ടു ലെഫ്റ്റ് ബെൻഡിങ്, അത് ചെയ്ത് പഠിക്കുക. എങ്ങനെ നോക്കുക. അത്രയും താം ത ത ക ധിം ത ധീ ത ത ക ധിം ത തും ത ത ക ധിം ത നം ത ത ക ധിം ത. ഈ പാർശ്വവശങ്ങളെ ഒരേ സമയം അരമണ്ഡലത്തിൽ ഇരിക്കുകയല്ല, കാല് ചവിട്ടുന്നു, കാലിൻ്റെ ചിരട്ട കുറച്ച് കുറച്ച് പോകുന്നു.